അങ്ങനെ നാളെ നടക്കാനിരിക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കായി പകിട്ടോടെ പൊന്നുമട കായൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളും. വള്ളംകളി ആവേശത്തിലാണ്. എന്തായാലും ആലപ്പുഴയും കുട്ടനാടും ഒപ്പം കേരളവും ഒക്കെ എന്ന് പറയേണ്ടി വരുന്നു. എന്തായാലും അതെ അതെ തീർച്ചയായും പൊന്നുമട ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും തത്സമയം ചേരുകയാണ് കൃഷ്ണരാജും ഒപ്പം നിഷ ദിലീപും. ആദ്യം കൃഷ്ണരാജിലേക്ക്. കൃഷ്ണരാജ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മുതൽ നമ്മുടെ പ്രേക്ഷകരും പറയുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് വെൽക്കം ചെയ്തിരിക്കുന്നത് കൃഷ്ണരാജിനും സംഘത്തിനും കൃഷ്ണരാജിനും ടീമിനും ഒക്കെ പലവട്ടം ആശംസ നേർന്നിട്ടുണ്ട്. കൃഷ്ണരാജ്, എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു വിചാരം, ആവേശം പ്രേക്ഷകർക്കായി? സ്വാഗതം പുത്തൻപുലരിയിലേക്ക് ആലപ്പുഴയിൽ നിന്ന്. ശരി, ഗുഡ് മോർണിംഗ് പ്രദീപ് പിള്ള, അനു. ഏതായാലും മത്സരം നാളെയാണ്, പക്ഷെ ഉത്സവം ഇന്നേ തുടങ്ങിക്കഴിഞ്ഞു. എനിക്ക് പിന്നിലാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, എനിക്ക് മുന്നിൽ ഫിനിഷിംഗ് പോയിന്റും. ഏതായാലും ആലപ്പുഴ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആഘോഷത്തിലാണ്, ആവേശത്തിലാണ്, ആമോദത്തിലാണ്, ഒരു സംശയവുമില്ല. വഞ്ചിപ്പാട്ടിൻ്റെ ഈണം പലയിടത്തും മുഴങ്ങുന്നുണ്ട്. തുഴച്ചിലുകാരുടെ ആവേശം പലയിടത്തും പ്രകടമാണ്. പക്ഷെ തുഴച്ചിലുകാരെ ഇന്ന് കിട്ടുക വലിയ പ്രയാസമാണ്. കാരണം വലിയ ചിട്ടവട്ടങ്ങളോടെയാണ് അവർ ഇതൊക്കെയും അനുഷ്ഠിച്ചു വരുന്നത്. നാളേക്കായി കരുത്തു സംഭരിക്കുന്ന ദിവസമാണിന്ന്. ഏതായാലും ഉത്സവ പ്രതീതിയിലാണ് ആലപ്പുഴ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പുന്നമടക്കായലിൻ്റെ ഓളപ്പരപ്പിൽ നാളെ എത്രമാത്രം ആവേശം അലയടിക്കും എന്ന് നമ്മൾ കാത്തിരുന്നു കാണേണ്ടതുണ്ട്. പക്ഷേ വലിയ ആഘോഷത്തിനിടെയും ആലപ്പുഴയ്ക്ക് വള്ളംകളിയുടെ ചരിത്രം നമുക്ക് മുന്നിലേക്ക് പറയാനുണ്ട്. നാളെ 19 ചുണ്ടൻ വള്ളങ്ങളാണ് ഈ ഓളപ്പരപ്പിൽ ആവേശത്തിൻ്റെ അലകൾ തീർക്കുക. 74 വള്ളങ്ങൾ, ചെറുവള്ളങ്ങൾ അടക്കം 74 വള്ളങ്ങൾ ആ പോരാട്ടത്തിനിറങ്ങും. രാവിലെ 10-11 മണിയോടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് ഉദ്ഘാടനം. അത് കഴിഞ്ഞാകും ചെറുവള്ളങ്ങളുടെ ഫൈനൽ പോരാട്ടവും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സും ഫൈനൽ പോരാട്ടവും നടക്കുക. ഏതായാലും ആലപ്പുഴ അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളിന്ന് രാവിലെ നമ്മുടെ പ്രേക്ഷകർക്കായി വഞ്ചിപ്പാട്ടടക്കമുള്ള ആഘോഷങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊപ്പം നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ. നിഷ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആലപ്പുഴയുടെ ഓളത്തിനൊപ്പം സജീവമായി നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഒരുക്കം? കൃഷ്ണരാജ്, പുന്നമടക്കായൽ കണ്ടോ? പിന്നെ ഈ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലവും നാളെ ഇവിടെ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല സ്ഥിതി എന്ന് പറയുന്നത്. നാളെ ഇവിടെ സൂചി കുത്താൻ ഇടമില്ലാത്ത അവസ്ഥയായിരിക്കും. ഈ സമയം മുതൽ തന്നെ കാണികളും ഒപ്പം തന്നെ ഇവിടെ ഈ കുട്ടനാട്ടിലെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് ഈ വള്ളംകളി എന്ന് പറയുന്നത്. നമുക്ക് ഈ കുട്ടനാട്ടിൽ ഓണത്തെക്കാളും മറ്റേത് ആഘോഷങ്ങളെക്കാളും കുട്ടനാട്ടുകാർക്ക് പ്രധാനമാണ് വള്ളംകളി. അതുകൊണ്ട് തന്നെ എവിടെയുള്ള കുട്ടനാട്ടുകാരും ഈ സമയത്ത് ഇങ്ങോട്ടെത്തും. എവിടെയുള്ള മലയാളികളും എവിടെയുള്ള ജലോത്സവ പ്രേമികളും ഇങ്ങോട്ടേക്ക് എത്തും, ഈ നാട്ടിലേക്ക് എത്തും. ബന്ധുക്കളായാലും അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയ ആളുകളായാലും ഈ സമയത്താണ് എത്തുന്നത്. നമുക്കറിയാം, സാധാരണ ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് കുട്ടനാട്ടിൽ ഈ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുക. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഈ 2017 ശേഷം ഈ വള്ളംകളി പലതവണ മാറ്റിവെച്ച് പിന്നീട് ഒരു തീയതി തീരുമാനിച്ചാൽ പോലും യാതൊരു തരത്തിലുള്ള ആവേശവും കുട്ടനാട്ടുകാർക്ക് അവസാനിക്കുന്നില്ല. ഏത് സമയത്ത് വള്ളംകളി വെച്ചാലും അപ്പോഴൊക്കെ വളരെ സജീവമായിരിക്കും, വളരെ ആവേശമായിരിക്കും കുട്ടനാടിന്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഈ വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ചെങ്കിൽ പോലും കുട്ടനാട്ടുകാരുടെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് തന്നെയാണ് ഈ വള്ളംകളി വീണ്ടും ഇങ്ങനെ ഒരു തീയതിയിലേക്ക് മാറ്റിവെച്ചത്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് കുട്ടനാടും ജലോത്സവ പ്രേമികളും ലോകമെമ്പാടുമുള്ള മലയാളികളും എന്ന് തന്നെ നമുക്ക് പറയാം. ആലപ്പുഴയ്ക്ക് ഒരു താളമുണ്ട്, അത് വഞ്ചിപ്പാട്ടിന്റെ താളമാണ്. ആലപ്പുഴക്കാർക്ക് പൊതുവെ ഒരു ആവേശമുണ്ട്, അത് തുഴച്ചിലേറിന്റെ ആവേശമാണ്. ഈ താളമാണ് നാളെ ഓളമാകാൻ പോകുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ കുട്ടനാട് വള്ളംകളി എന്നൊക്കെ പറയുമ്പോൾ അതിനോട് കൂട്ടി നമ്മൾ പറയേണ്ട ഒന്നാണ് വഞ്ചിപ്പാട്ടിന്റെ ഒരു താളത്തിൽ തന്നെയാണ് വള്ളംകളി പോകുന്നത്, കുട്ടനാടിലെ ജീവിതം തന്നെ പോകുന്നതെന്ന് പറയാം. ഇന്നിപ്പോ നമുക്കൊപ്പം വേറെ കുറച്ച് ചേച്ചിമാരും കൂടെ ഉണ്ട്. അവരുടെയൊക്കെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകണം. വഞ്ചിപ്പാട്ട് ടീമാണ് നമുക്കൊപ്പം ചേരുന്നത്. നമുക്ക് അവരോട് തന്നെ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ചേച്ചി, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ കൈനകരി. എന്താ നിങ്ങളുടെ ടീമിന്റെ പേര്? കലാക്ഷേത്ര വഞ്ചിപ്പാട്ട് സംഘം. ഈ നമ്മുടെ ഈ കുട്ടനാടൻ വഞ്ചിപ്പാട്ട് രീതിയും ഒപ്പം തന്നെ ആറന്മുളയും തമ്മിലൊക്കെ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇടിയനൊക്കെ ഉണ്ട്. കൃഷ്ണരാജ് കണ്ടിട്ടുണ്ടോ? ഇടിയൻ കണ്ടിട്ടുണ്ടോ? ഇവരുടെ കയ്യിൽ ഇരിക്കുന്ന ഇതാണ് ഇടിയൻ എന്ന് പറയുന്നത്. ഈ ഇടിയനിലൊക്കെ ഇടിച്ച് താളം പിടിച്ചിട്ടാണ് ഈ കുട്ടനാടൻ രീതിയിലുള്ള ഒരു വഞ്ചിപ്പാട്ട് പാടുന്നത്, അല്ലേ? കുട്ടനാട് ശൈലിയിൽ വഞ്ചിപ്പാട്ട് ഇടിത്താളമായിട്ട് വേണം പാടാൻ പറ്റും. ആറന്മുള ശൈലി എന്ന് പറയുമ്പം കൈയടിച്ച് കൈത്താളത്തിൽ പാടുന്നതാണ്. ആ പാട്ടിന്റെ രീതിയും വേറെ രീതിയാണ്. നമുക്ക് കുട്ടനാടൻ ശൈലിയിലുള്ള ഇടിയനൊക്കെ വെച്ചിട്ടുള്ള ഒരു വഞ്ചിപ്പാട്ടിലേക്ക് പോകാം, അല്ലേ?
നമുക്കിപ്പം ഇവര് അവതരിപ്പിക്കുന്ന ഒരു വഞ്ചിപ്പാട്ടിലേക്ക് പോകാം. വഞ്ചിപ്പാട്ടില്ലാതെ കുട്ടനാടില്ല, വള്ളംകളിയില്ല. തുടങ്ങാം നമുക്ക്. ഓക്കെ. തമ്പൂരാനത്രയും
കരയിലെ വള്ളംകളിയാണിത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഇവരോട് തന്നെ ഇതിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. കാരണം ഇത് കഠിനാധ്വാനത്തിന്റെ കൂടി ഒരു പ്രതിഫലനമാണ്. എത്ര നേരമാണ് ഇങ്ങനെ വായുവിൽ തുഴയെറിഞ്ഞ് അവർ ആവേശത്തോടെ ആ വഞ്ചിപ്പാട്ട് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചെന്ന് നോക്കാം. ഓമന ചേച്ചി, എത്ര നാളത്തെ തയ്യാറെടുപ്പുണ്ട്? ഇത് നമുക്ക് പിന്നെ വഞ്ചിപ്പാട്ട് നേരത്തോടുള്ള കാര്യമാണോ സാർ ചോദിക്കുന്നത്? ഇത് ഞങ്ങൾ പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ തലേ ദിവസം വിളിച്ച് പറയുന്നതുകൊണ്ട് വന്ന് പാടുന്നു. പാട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഭാഗമാണ് ജീവിതത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കലയാണിത്. ശരി, അപ്പോ അന്യം പോയാൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ശരി, അപ്പൊ ഈ നിങ്ങളെല്ലാവരും മറ്റു ജോലികൾ ചെയ്യുന്നവരാ. എല്ലാവരും വീട്ടമ്മമാരുണ്ട്, അല്ലാതെ ജോലിക്ക് പോകുന്നവരുണ്ട്, പാടത്ത് പണിക്ക് പോകുന്നവരുണ്ട്, തൊഴിലുറപ്പിന് പോകുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ കൃഷി, വഞ്ചിപ്പാട്ട്, വള്ളംകളി ഇതൊക്കെ നമ്മുടെ ആലപ്പുഴയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇതെല്ലായിടത്തും നിങ്ങളുണ്ട്? ഉണ്ട് ഉണ്ട് ഉണ്ട്. മത്സരവേദിയിലെല്ലാം ഉണ്ട്. സ്റ്റേജ് പ്രോഗ്രാമിന് ആരെങ്കിലും വിളിച്ച് അതിന് പോകും. സാധാരണ നമുക്ക് ഈ ജലോത്സവത്തോടനുബന്ധിച്ച് വഞ്ചിപ്പാട്ട് മത്സരമൊക്കെ സംഘടിപ്പിച്ചിരുന്നതാണ്. ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചത് കൊണ്ട് തന്നെ വഞ്ചിപ്പാട്ട് മത്സരമൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ജലമേള മാത്രം, അതായത് ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ജലമേളയാണ് നാളെ നടക്കാൻ പോകുന്നത്. ഇവരൊക്കെ സാധാരണ വഞ്ചിപ്പാട്ട് മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ് അല്ലേ? അതെ അതെ, പങ്കെടുക്കുന്നവരാ. അല്ലാതെ വലിയ ഒരു ആവേശം ഉണ്ട്. അതാണ് ചേച്ചി പാടിയപ്പോ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ശബ്ദം വരാതാണ്. അത്ര കണ്ട് ശബ്ദം എടുത്ത് അതിന്റെ ഒരു താളത്തിൽ പാടേണ്ടതാണ് അല്ലേ? അതെ അതെ അതെ. ഇത് രാമപുരത്ത് വാര്യർ എഴുതിയ കുചേലവൃത്തം എന്ന വഞ്ചിപ്പാട്ടാണ്. അത് നതോന്നത വൃത്തത്തിലുള്ള പാട്ടാണത്. അത് ശരിക്കും അതിന് താളം ഉണ്ട്. ആദ്യത്തെ വായ്ത്താരി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പകുതി പാടി മുറിച്ചിട്ട് പിന്നെ ബാക്കി 8 താളം, അങ്ങനെയാണ് ഈ പാട്ടിന്റെ ഒരു പോക്ക്. അപ്പൊ നമ്മളത് ശരിക്കും ശ്വാസം എടുത്ത് പാടേണ്ട ഒരു പാട്ടാണ്. അത് പ്രാക്ടീസ് നമ്മൾ എത്ര പാട്ടുകാരാണെങ്കിൽ പോലും പ്രാക്ടീസ് ഇല്ലെങ്കിൽ അതിനകത്ത് നമുക്ക്, അതായത് ഈ നാളെ ഇപ്പൊ നടക്കാൻ പോകുന്ന വള്ളംകളിയിൽ അവരെത്രമാത്രം ഊർജ്ജം ഉപയോഗിക്കുന്നു അത് അത്രയും തന്നെയുണ്ട്. അത്രയും തന്നെയുണ്ട്. ആ തുഴയുടെ അതേ താളവും അതാണ് ഈ പാട്ട്. ശരി, അപ്പോൾ വളരെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. കാരണം വഞ്ചിപ്പാട്ടുകാർ, ആലപ്പുഴക്കാരുടെ മുഖമാണ് നമുക്ക് മുന്നിലേക്ക് വന്നത്. കാരണം അവര് എത്രമാത്രം ബുദ്ധിമുട്ടി ആണ് ഈ വഞ്ചിപ്പാട്ട് നമുക്ക് മുന്നിലേക്ക് അതേ താളത്തിൽ അതേ ഓളത്തിൽ എത്തിക്കുന്നത് എന്നോർക്കണം. നമുക്കിപ്പം മറ്റൊരു സംഘം കൂടിയുണ്ട്. എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഉചിതവും കുറച്ചുകൂടെ സ്നേഹവും കൂട്ടായ്മയും കുട്ടനാട് ജനതയാണ്. കുട്ടനാടിന്റെ ജനതയാണ് ഇതിന് ഓളപ്പരപ്പിലേക്ക് വരുന്നത്. പച്ചപ്പ്, വയലേല, എല്ലാം കിളികൾ, സന്തോഷമാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ ആലപ്പുഴ. പക്ഷെ ആലപ്പുഴയിൽ സംഭവം നടക്കുന്നത് കൊണ്ട് നമ്മൾ ആലപ്പുഴ എന്ന് പറയുന്നു. പക്ഷെ കുട്ടനാടാണ് ഇതിന്റെ അതാണ് കുട്ടനാടാണ്. എന്താണ് അതിന് പറയേണ്ടത്? കുട്ടനാട് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. കുട്ടനാട്ടുകാരുടെ ആഘോഷമാണ് വള്ളംകളി. കുട്ടനാട്ടിലുള്ള എവിടെയുള്ള ജലോത്സവ പ്രേമികളെ പോലെ തന്നെ കുട്ടനാട്ടുകാർ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ആശ്വാസത്തിന്റെ താളം കൂടാണ് വഞ്ചിപ്പാട്ട്. മനോഹരമായിട്ടാണ്. അത് അനുഭവത്തിൽ നിന്ന് പറയുന്ന വാക്കുകളാണ്. അതെ.